ഒരു വഴക്കുണ്ടാവുന്നു, തിരിച്ച് ആദ്യം കോംപ്രമൈസിന് വരുന്നവരായിരിക്കും? അത് രണ്ടുപേരും. എത്ര നേരം നീണ്ടിരിക്കും? ചെറിയ വലിയ പിണക്കങ്ങളൊക്കെ ആണല്ലോ. മറവി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വഴക്കുണ്ടാക്കിയത് മറന്നു. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഓർക്കണം നമ്മള് വഴക്കായിരുന്നല്ലോ. അത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവമാണത്. കൂട്ടുകാരികളോടൊക്കെ വഴക്കിട്ടാലും ഞാൻ മറന്നു പോകും വഴക്കിട്ട കാര്യം. അത് പക്ഷെ ഭയങ്കര ഗുണമായത് ഇപ്പോഴാണ്. അല്ല പിന്നെ എന്താ വെച്ചാൽ ഗ്രേസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഐ മീൻ ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ അതിന്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന ഒഫീഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ തന്നെ സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പിണക്ക് ആയിട്ടിരിക്കുവാണേലും അതെ ഇന്ന ദിവസം ഇന്നൊരു സംഭവം ഇത് മറ്റേ ലെറ്റർ ഹെഡിൽ കൊടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇത് അയക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ എന്തായാലും വിളിക്കേണ്ടി വരും. പറ്റൂല. അപ്പൊ പിന്നെ ആ പിണക്ക് അറിയാതെ പൊക്കോളും. ഓക്കെ, നിങ്ങൾ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ആരാണ് നിങ്ങൾ രണ്ടുപേരില്? അത് ഞങ്ങൾക്ക് ഏറെക്കുറെ അറിയാം. അതെ, അതുകൊണ്ട് അതിന്റെ പ്രത്യേകിച്ച് എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നില്ല. മോർ റൊമാൻറ്റിക്. അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പോയിട്ട് അതെങ്ങനെയാ പറഞ്ഞേ? മറ്റേ ലില്ലിക്കുട്ടി നാഗേന്ദ്രൻ ഹണിമൂണിലെ എനിക്ക് എന്നെ ഇഷ്ടമാണ് ഒറ്റച്ചാട്ടം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. എന്താ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഇത്ര വർഷമായില്ലേ. സത്യം പറഞ്ഞാൽ അത് ഓർമ്മയില്ല. പക്ഷേ പിന്നെ സീരിയസ്ലി കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തല്ല, നേരത്തെ പറഞ്ഞിട്ടില്ലേ മറവിയുണ്ട്. മറന്നുപോയി ആ ദിവസമൊക്കെ. ദിവസമല്ല, മെസ്സേജിലായിരുന്നു പറഞ്ഞത്. 10 വർഷമായില്ലേ ഏട്ടാ. ഓക്കെ, ഓർമ്മയില്ല. ഓക്കെ, കൂടുതൽ ക്ഷമയുള്ള ഒരാള്. ക്ഷമ കെടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എബിയിൽ കണ്ട ഒരു വലിയ ക്വാളിറ്റി അത് തന്നെയാണ്. ഭയങ്കര ക്ഷമയാണ്. അതായത് ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര തവണ ചോദിച്ചാലും ആദ്യം പറഞ്ഞ അതേ സൗമ്യതയിൽ അതേ സമയം എടുത്ത് അതേപോലെ പറഞ്ഞു കൊടുക്കും. അത് ഭയങ്കര. ഇപ്പൊ എനിക്ക് വഴി എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഡിക്ഷണറിയിലില്ല. ഗൂഗിൾ മാപ്പിനെ വഴി തെറ്റിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നത് തൊട്ട് എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ ക്ഷമ. അതിന്റെ ഒരു അംശം പോലും എനിക്കില്ല. ഗൂഗിൾ മാപ്സും വെച്ച് എന്നെ കൂടെ ഫോൺ വിളിച്ചോണ്ടാണ് പോകുന്നത് ഇങ്ങോട്ടേലും, വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചു പോവാണെങ്കിൽ. അതോടെ പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വഴി പഠിച്ചത് എനിക്കൊരു 4 മാസം കൊണ്ടെടുത്തു. എന്റെ വീട്ടിലേക്കുള്ള സ്വന്തം വീട്ടിലേക്കുള്ള വഴി വീട് മാറി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊന്ന് പറഞ്ഞ വണ്ടിയിൽ കയറി ഒന്ന് പോയാൽ മതിയല്ലോ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് എടുത്തു. ഇപ്പൊ പുതിയ വീട്ടിലേക്ക് മാറിയോണ്ട് എനിക്ക് ഇനി അതിന് കൂടുതൽ സമയം എടുക്കുന്ന എനിക്ക് തോന്നുന്നു. വാഴക്കാലം പരിസര പ്രദേശമായിട്ട് കുഴപ്പമില്ല. ഇല്ല, ഇത് വേറെ സ്ഥലമാണ്. ഓക്കെ, ബെറ്റർ കുക്ക്. ഗ്രേസ് സ്നേഹത്തോടെ ഈ ഒരാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറാൻ വയറ് വഴി കയറാതെ പറയുന്നുണ്ട്. നമ്മൾ ആഹാരം നല്ലത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗ്രേസ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഫുഡ്, ഗ്രേസ് ഉണ്ടാക്കുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫുഡ്. പക്ഷെ എന്തായാലും പറയാനും പറ്റൂല. ഇല്ല, അത് പ്രശ്നമല്ല, അത് കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ഗ്രേസ് ഒരു പ്രാവശ്യം ഇപ്പം മിക്കവാറും ഗ്രേസ് വീട്ടിൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കും കഴിക്കാൻ വരാൻ പറഞ്ഞ്. ഇത് ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവാന്ന് പറയും. നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോൾ അത് ചിലപ്പം വന്ന് മറ്റേ തലപ്പാക്കട്ടി ബിരിയാണി ആയി പോകും. അത് ഉണ്ടാക്കുന്നതിന്റെ ഒരു ഇതാണ്. അപ്പം പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രേസും അമ്മയൊക്കെ അവർ വിളിക്കും, ഇത് ഇന്ന സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം പുള്ളിക്കാരി ഉണ്ടാക്കുന്നത് ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണേലും അത് മറ്റെന്തോ ആകുമെങ്കിലും കഴിക്കാൻ നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. പിന്നെ എബിയുടെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഞാൻ അതിനൊക്കെ അത്ര എത്താനൊന്നും എനിക്ക് പറ്റിയില്ലെങ്കിലും ഞാൻ കുക്ക് ചെയ്യണത് ഈ ബേക്കിംഗ് സാധനം, കേക്ക്സ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പം അത് അമ്മ കുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് സ്വിഗ്ഗിയിൽ അങ്ങോട്ട് കൊടുത്തു വിടും. അപ്പോൾ പക്ഷെ പേരൊന്നും ഞാൻ പറയത്തില്ല. കഴിച്ചു നോക്കിയിട്ട് അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതാണ് അതിന്റെ സാധനം. അതാണ് സംഭവം. പേര് ഗസ് ചെയ്യൂ, എന്താണ് പേര്. അപ്പൊ ഒരു സംഭവം പറയും, അത് തന്നെ. പക്ഷെ എന്നെ കുക്കിന്റെ കാര്യത്തിൽ എന്നെ നമ്പാൻ പറ്റില്ല കേട്ടോ. എനിക്ക് മൂടുണ്ടെങ്കിലേ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണ എല്ലാം പാളിപ്പോ. അത് അങ്ങനൊക്കെ പറയുമെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ട് ഇത് കണ്ടു ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ ഒന്ന് അയച്ചു കൊടുത്താൽ മതി. ഒരാഴ്ച അല്ലെ 2 ആഴ്ചക്കുള്ളിൽ അത് ഉണ്ടാക്കും. അത് ഞാൻ വീട്ടിൽ പരീക്ഷ കഴിഞ്ഞിട്ടേ വിളിക്കത്തുള്ളൂ. അപ്പൊ അമ്മ ആദ്യം പറയും, അതെ ഞങ്ങളെ പരീക്ഷിക്കണ്ട, അവനെ വിളിച്ച് കഴിപ്പിച്ചിട്ട് ഞങ്ങളെ ഇവരാണ് എന്റെ സ്ഥിര ഈ പെട്ടെന്ന് വീട്ടിലുള്ള ഒരു സാധനം വെച്ച് കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ അങ്ങനെ അറിയുന്നതാണോ? എഗ്ഗ് വെച്ച് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം.
കാരണം ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് എഗ്ഗിന്റെ പല പല ഒരു സാധനം തന്നെ കഴിച്ചാൽ നമുക്ക് മടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് പല പല സംഭവങ്ങൾ അതെന്റെ ട്രെയിനർ പറഞ്ഞങ്ങനെ ചെയ്യുന്നതാണ്. എബി എപ്പോ കൊടുത്താലും ഏത് പാത്രത്തിൽ കൊടുത്താലും കഴിക്കുന്ന ഫുഡ് എന്തായിരിക്കും? എപ്പോ ആണെങ്കിലും ഓക്കെയാണ്. കപ്പ ബിരിയാണി, ബീഫൊക്കെ ഇട്ട് നമ്മുടെ കോട്ടയം തൊഴിലാളിക്കാരനൊക്കെ സാധനമാണ്. പുള്ളിക്കാരനല്ലേ, അതുകൊണ്ട് കപ്പ ബിരിയാണി കൊടുത്ത് എപ്പോ കൊടുത്താലും അത് രക്ഷയാണ്. ഇടുക്കി കോട്ടയംകാരുടെ വികാരമാണ് കപ്പ, ചക്ക, ചക്കപ്പുഴുക്ക് അതൊക്കെ ഒരു വീക്ക്നെസ് ആണ്. കപ്പ ബിരിയാണി ഉണ്ടാക്കുവോ? ഞാനോ? ഇല്ല. ഇനി പഠിക്കണം. പഠിക്കാം. പക്ഷെ ഓക്കെ, റെഡി ആവാൻ താമസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരാണ്? ഞാനോ? ഞാന് സമയം എടുക്കും, പക്ഷെ കറക്റ്റ് ടൈമിൽ റെഡി ആവും. എബി ലാസ്റ്റ് മിനിറ്റിന്റെ ആളാ, എന്നിട്ട് ഒരു പെപ്പറാളവാ. അപ്പോ ഇന്ന് തന്നെ എനിക്ക് കുറച്ച് ഫയൽസ് സെൻഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രേസ് ഒരു 10 മണിയായപ്പോഴെന്തോ റെഡിയാകാൻ തുടങ്ങിയതാ. ഞാന് നമ്മൾ പോരുന്നതിന് ഇറങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വന്ന് ഞാൻ റെഡിയായി. എന്നിട്ട് പറയുന്നത് ഞാനാ ലേറ്റ് ആവുന്നത്. പക്ഷെ ലേറ്റ് ആവും, പോസ്റ്റ് വരും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ ചീത്ത വിളിക്കത്തില്ല, കാരണം ഈ ലാസ്റ്റ് മിനിറ്റ് ഈ വർക്കുകൾ കയറി വരുന്നത്. അപ്പോൾ നമ്മളോട് 10:30 എന്ന് പറഞ്ഞാൽ നമ്മൾ 10:30 ആകുമ്പോൾ അവിടെ റെഡി ആയിരിക്കും. എബി എത്തുമ്പോൾ 11:30 ആവും. അതെനിക്കിഷ്ടല്ല. അത് വഴക്കുണ്ടാവുന്ന ഒരു കാര്യം കേട്ടോ, അത് മുമ്പേ ചോദിച്ചല്ലേ. എന്ത് പറയും, പക്ഷെ ഞാൻ പറയാൻ ഇത്രേ പറയുള്ളൂ. നേരത്തെ ഒന്നും പറയാൻ മേലായിരുന്നു. അപ്പൊ ഞാൻ അതനുസരിച്ചല്ലേ റെഡി ആയിട്ട് ഇരിക്കത്തുള്ളൂ. എനിക്ക് പോസ്റ്റ് കിട്ടുന്ന എനിക്ക് ഒട്ടും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതനുസരിച്ച് ഒന്നുമില്ല, ഞാൻ കുറച്ചേരം മാറി ഫോൺ നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. എന്നാലും ഒന്നും പറഞ്ഞാൽ കൊള്ളാന്ന് മാത്രം പറയത്തുള്ളൂ. അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ കമ്പ്യൂട്ടറിന്റെ ഓണാക്കി അതിന്റെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ ദേഷ്യപ്പെടുമ്പോ ഗ്രേസ് എന്താണ് വിളിക്കുന്നത്? പോടാന്ന് വിളിക്കുന്നത്? പബ്ലിക്കിൽ എങ്ങനെയൊന്നും പറയരുത്. ഇടയ്ക്ക് പറയാം നീ പോടാ. ഓക്കെ, അപ്പനും അമ്മയൊക്കെ കാണാ. എന്ത് വിളിക്കണം ശരിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രേക്ഷകർക്കറിയാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾ അത് അറിയണ്ട. ഓക്കെ, ഒരു മെസ്സി വേണമെന്നൊക്കെ പറഞ്ഞ ആരായിരിക്കും? മെസ്സി വേണോ? എവിടെ? പക്ഷെ അങ്ങനെ മെസ്സി ഒന്നും അല്ല, എന്റെ OCD വെച്ച് നോക്കുമ്പോ എബി മെസ്സിയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അതിലും വലിയ മെസ്സികളുണ്ട്. ആരും കുത്തി പറയണം. ഓക്കെ, കാശ് സ്പെൻഡ് ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ഒരാളായിരിക്കും നിങ്ങളുടെ രണ്ടുപേരും? അതായത് അതാണ്, അത് ചുമ്മാ അങ്ങനെ എടുത്ത് ഇതാക്കുമെന്നല്ല, നമുക്ക് അത്രയ്ക്ക് വേണം, അത് അത്രയ്ക്ക് സംഭവമാണ്, അത് വേണ്ടതാണെന്നുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് എന്നുള്ളൊരു പ്രോബ്ലം ആക്കത്തില്ല. അതുപോലെ തന്നെ നമ്മളത് പിടിക്കുകയും ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ എന്നുള്ളൊരു സംഭവമാണെങ്കിൽ ഒരിക്കലും നമ്മൾ സ്പെൻഡ് ചെയ്യത്തില്ല. വർത്ത് ആണെങ്കിൽ നമ്മൾ മറ്റേ ഈ ആർട്ട് കാർട്ടിലിടുന്ന പരിപാടിയാ. ഇപ്പൊ എനിക്ക് ഇന്നൊരു സാധനം വേണമെങ്കിൽ ഞാൻ എന്റെ മൈൻഡിൽ ആർട്ട് കാർട്ടിലിടും. എന്നിട്ട് അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ അത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മേടിച്ചാൽ മതി.